ഈ ഓടപ്പൂക്കളൊക്കെ കണ്ടാൽ കുറച്ചാൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് എവിടെയാണുള്ളതെന്ന്. അതെ, കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രം എന്ന് പറയാം. ഇവിടെ വൈശാഖ മഹോത്സവം നടക്കുകയാണ്. സാധാരണ മെയ് ജൂൺ മാസങ്ങളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കാറുള്ളത്. ഏതാണ്ട് 27 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ഉത്സവമാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പുറം നാടുകളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെ സ്ഥിരമായൊരു ക്ഷേത്രമൊന്നുമില്ല. അക്കരെ കൊട്ടിയൂരെന്നും ഇക്കരെ കൊട്ടിയൂരെന്നും പറഞ്ഞ് 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഈ റോഡിന് ഇരുവശത്തുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വാവലിപ്പുഴയുടെ തീരത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര ഉത്സവ സമയത്ത് മാത്രമാണ് സാധാരണ ഭക്തജനങ്ങളൊക്കെ പോകാറുള്ളത്. ചുറ്റും കാടുകളും പുഴയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകതരം ക്ഷേത്രമാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തീർത്ഥാടനം വളരെ അനുഭൂതി നൽകുന്നതാണ്. ഒരുപാട് ആളുകൾ അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വരാറുണ്ട്. നമ്മൾ ശബരിമലയിലൊക്കെ പോകുന്ന പോലെ ഒരു വേറെ തന്നെ ഒരു ഫീലാണ് ഇവിടുത്തെ കൊട്ടിയൂർ ക്ഷേത്രം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പണ്ട് ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണെന്നാണ് പുരാണത്തിലൊക്കെ പറയുന്നത്. അവിടെ സതീദേവി ആത്മാഹുതി നടത്തിയ ആ ഒരു സ്ഥലമാണ് കൊട്ടിയൂർ ക്ഷേത്രമായി പിന്നീട് മാറിയത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് കൊട്ടിയൂർ ക്ഷേത്രമൊക്കെ ഒന്ന് കണ്ടിട്ടേക്ക് വരാം. ഇത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്ന് നമ്മൾ വയനാട്ടിലേക്കൊക്കെ പോകുന്ന ആ ഒരു വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ വയനാട് നിന്ന് വരുന്നവർക്ക് പാൽച്ചുരം കഴിഞ്ഞിറങ്ങിയാൽ നേരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ്. സാധാരണ മഴക്കാലത്താണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മെയ് ജൂൺ മാസങ്ങളിലാണ് എല്ലാ പ്രാവശ്യവും ഉത്സവം നടക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അധികം മഴയൊന്നും വരാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോയി വരാം. മഴക്കാലത്തും ആ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെ ഭക്തർ അവിടെ ആ ഒരു കൊട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി എത്താറുണ്ട്. അമ്പലത്തിലേക്കുള്ള വഴികളൊക്കെ വളരെ മനോഹരമാണ്. കാടും അതുപോലെ പുഴയും വാവലിപ്പുഴയുടെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ആദ്യം തന്നെയുള്ള ഒരു ചെറിയൊരു നടപ്പാലാണിത്. ഇതിന് താഴെ ഒഴുകുന്ന വാവലിപ്പുഴ നമുക്ക് കാണാം. എന്തായാലും മഴയൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുഴയിലെ വെള്ളമൊക്കെ കുറവാണ്. സാധാരണ ഇവിടെ വരുന്ന ഭക്തന്മാരൊക്കെ ഈ പുഴയിൽ കുളിച്ചിട്ട് ആ ഈറനോടെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ഈ കാണുന്നതൊക്കെ വനപ്രദേശങ്ങളാണ്. ഏതാണ്ട് 80 ഏക്കറോളം വരുന്ന ആ ഒരു വനത്തിന് നടുവിലാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ഇവിടെ വരെയൊക്കെ ക്യൂ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഉത്സവം തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു തിരക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ ഭാഗങ്ങളിലൂടെയൊക്കെ ചെരുപ്പിട്ട് നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് മുന്നോട്ടെത്തുമ്പോൾ അവിടെ ക്ലോക്ക് റൂമുണ്ട്. അവിടെ നമുക്ക് ചെരുപ്പ്, ബാഗ്, സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ചെരുപ്പോ കാര്യങ്ങളോ ഒന്നും അനുവദിക്കുന്നതല്ല. പിന്നെ ഇവിടെ വരാൻ അങ്ങനെ പാൻറ്റൊക്കെ ധരിച്ചിട്ട് വരുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലുങ്കി അങ്ങനത്തെ ഒന്നും ധരിക്കാൻ പാടില്ല. പിന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ഷർട്ട് അയച്ചു വെക്കുന്ന ആണുങ്ങൾ, അങ്ങനെയുള്ള ചിട്ടകൾ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നത് വീണ്ടും ബാവലിപ്പുഴ തന്നെയാണ്. നമുക്കത് ക്രോസ് ചെയ്തിട്ട് വേണം നേരെ ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു മെയിൻ എൻട്രൻസിലേക്ക് എത്താൻ വേണ്ടി. നല്ല ഉരുളൻ കല്ലുകളൊക്കെ നിറഞ്ഞ പുഴയാണ്. നല്ല ഭംഗിയുള്ള പുഴയാണ് ശരിക്കും. തെളിഞ്ഞ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ ഒരു ചിറ കെട്ടി വെച്ചതുകൊണ്ട് തന്നെ ഭക്തന്മാർക്ക് കുളിക്കാനും അതിനുള്ള അത്യാവശ്യം വെള്ളം ഇവിടെയുണ്ട്.
ആളുകൾക്ക് നടക്കാനുള്ള നടപ്പാതയായിട്ടും ആ ചിറ ഉപയോഗിക്കുന്നത് നമുക്ക് ദൂരെ നിന്ന് കാണാം. അതുവഴി ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. 2 പാലങ്ങളാണുള്ളത്. ഇത് ശരിക്കും അങ്ങോട്ട് പോകാനും നേരത്തെ കണ്ട പാലം തിരിച്ചു വരാനും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ തിരക്കില്ലാത്ത സമയങ്ങളിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇത് കാണുന്ന ഒരുപാട് ഉരുളൻ കല്ലുകളൊക്കെ നിറഞ്ഞ പുഴയാണ്. പുഴയിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ കല്ലുകളൊക്കെ തെളിഞ്ഞ് കാണുന്നത്. ഇനി നല്ലവണ്ണം മഴ പെയ്യാൻ തുടങ്ങിയാൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും. കൊട്ടിയൂർ പോയവർക്കൊക്കെ അറിയാം. വെള്ളമില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാൻ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. ഇത് താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഇരുമ്പ് പാലമാണ്. ഇപ്പോൾ പെയിൻറ്റിങ് നടന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇതുവഴിയൊക്കെ നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ക്ലോക്ക് റൂമിൽ തന്നെ വെക്കണമെന്നില്ല. ഇവിടെ എവിടെയെങ്കിലും അരുവിൽ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരവരുടെ ഉത്തരവാദിത്വം മാത്രമാണ്. ഇവിടുത്തെ ഒരു നിയമാവലികളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട ചിട്ടകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ക്യൂ ആണ് ശരിക്കും നല്ല തിരക്കുള്ള സമയത്ത്. ഇപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടന്നു പോവാം. ഇവിടെ വരെ മാത്രമേ ചെരുപ്പ് അനുവദീയമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഈ വെള്ളത്തിലൂടെ തന്നെ അമ്പലത്തിലേക്ക് നടന്നു പോകണം. അമ്പലം എന്ന് പറയാൻ അവിടെ ഒരു സ്ഥിരമായ ശ്രീകോവിലും കാര്യങ്ങളും ഒന്നുമില്ല. ഈ ഉത്സവ സീസണിൽ മാത്രം താൽക്കാലികമായി കെട്ടിപ്പൊന്തിക്കുന്ന കയ്യാലുകളാണ് അവിടുത്തെ ശ്രീകോവിലും. അതുപോലെ അവിടുത്തെ കുടുംബക്കാർക്കുള്ള താമസ സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. കുറച്ചുകൂടി വെള്ളമുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇതിലൂടെയൊക്കെ നടക്കാൻ കുറച്ച് നല്ല സുഖമായിരിക്കും. കാരണം ഏകദേശം മുട്ടോളം വെള്ളമൊക്കെ ഇതിൽ വഴി ഒഴുകുന്നതാണ്. ഇപ്പം വെള്ളം വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളിപ്പം ക്ഷേത്രമുറ്റത്തെത്താറായി. ക്ഷേത്രത്തിൻ്റെ ആ ഒരു ചെറുകിട ശ്രീകോവിലിന് ചുറ്റുഭാഗത്തൊന്നും ക്യാമറയോ മൊബൈൽ ഫോണോ ഒന്നും അനുവദനീയമല്ല. അതുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളൊന്നും അങ്ങനെ കൃത്യമായി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം നമ്മൾ നേരെ മുമ്പിലുള്ളതാണ് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം. കാണുന്നത് ശ്രീകോവിലിന് ചുറ്റുമുള്ള ആ ഒരു വെള്ളക്കെട്ടാണ്. ഇതുവഴി നമുക്ക് പ്രദക്ഷിണം വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ പാർവതി ദേവിയുടെയൊക്കെ പ്രതിഷ്ഠയുണ്ട്. ഭക്തന്മാർ ആ പുഴയിലൂടെ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതാണ് കാണുന്നത്. ഇന്ന് വളരെ തിരക്കുറവാണ്. സാധാരണ ഇത്ര ഫ്രീ ആയിട്ടൊന്നും നടക്കുന്നതും കാണാറില്ല. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ ഈ ചിറ നിറച്ചും ആൾക്കാരായിരിക്കും. ഇപ്പം എന്തായാലും നമുക്ക് തൊഴുത് കഴിഞ്ഞ് ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് പ്രസാദ വിതരണ കൗണ്ടറാണ്. ഇവിടുത്തെ നെയ്പായസവും അങ്ങനെ ഒരുപാട് പ്രസാദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് വഴിപാടൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വഴിപാട് കൗണ്ടറുകൾ 1-2 കൗണ്ടറുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം. നല്ല ഭംഗിയാണ് ഈ ക്ഷേത്രത്തിൽ കാണാൻ തന്നെ. ശരിക്കും ആ ഒരു പ്രകൃതിയോട് ചേർന്ന് ഉള്ള നിർമ്മിതികളും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്നതൊക്കെ ഓലപ്പുരകളും ഇതൊക്കെയാണ്. താൽക്കാലികമായിട്ടുള്ള ഷെഡുകൾ മാത്രമാണ്. സ്ഥിരമായ അമ്പലവും കാര്യങ്ങളൊന്നുമില്ല.
കാരണം ഈ ഒരു സീസണിൽ മാത്രമേ ഇവിടെ ഭക്തന്മാർക്ക് പ്രവേശനമുള്ളൂ. നമുക്കങ്ങ് മുകളിലോട്ട് നോക്കിയാൽ നല്ല ബ്രഹ്മഗിരി മലനിരകളൊക്കെ ഇങ്ങനെ കാണാം. ഈ ഒരു പ്രത്യേകതകളൊക്കെ കൊണ്ട് തന്നെയാണ് കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. കാരണം ഒരു സാധാരണ ക്ഷേത്രത്തിൽ പോകുന്ന ആ ഒരു രീതിയല്ല കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക്. ആ അമ്പലത്തിൻ്റെ ആ ഒരു നിർമ്മിതികളും ഗാർഡന് നടുവിലുള്ള ആ ഒരു ക്ഷേത്രങ്ങളൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് തൊഴുതു പോകാറുണ്ട്. ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നോട്ടീസിലൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ ചടങ്ങുകളും പല സമയത്തുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ചടങ്ങുകളുടെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടുത്തെ ഓരോ പൂജകളും ഓരോ വിശിഷ്ട ചടങ്ങുകളൊക്കെ പലപ്പോഴും രാത്രിയിലും അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആളുകൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വന്നു പോയതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. പക്ഷെ കൃത്യമായി ഇത് എപ്പോൾ നിർമ്മിച്ചു എന്നുള്ളതൊന്നും അതിൻ്റെ രേഖകളൊന്നും ലഭ്യമല്ല. ഇത് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ആനകളാണ്. ആനപ്പുറത്ത് ശീവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം ഉത്സവ സമയത്ത് മാത്രമാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലും പ്രവേശനമുള്ളത്. കിഴക്ക് വശത്തുള്ള ബാവലിപ്പുഴയുടെ കിഴക്ക് വശത്തുള്ളത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും പടിഞ്ഞാറ് വശത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം സാധാരണ ഒരു ക്ഷേത്രം പോലെ തന്നെയാണ്. എന്നാൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം ഈ ഒരു സമയത്ത് മാത്രം ഓലകളൊക്കെ മേഞ്ഞ് ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് മാറ്റുകയാണ്. അല്ലാത്ത സമയത്ത് തീർത്തും വനപ്രദേശം മാത്രമാണിത്. അപ്പോൾ നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.